തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നത് നീതിയുടെയും നിയമത്തിൻ്റെയും അടിസ്ഥാന തത്വമാണ്. കുറ്റം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നത് നീതിപൂർവമായി ചിന്തിക്കുന്ന സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഒരു കൊലപാതകമോ മോഷണമോ നടത്തിയ ഒരാൾക്ക് എത്ര നാൾ നിയമത്തിൻ്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയാൻ സാധിക്കും? തെളിവുകൾ നശിപ്പിച്ചാലും ഒളിവിൽ പോയാലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്നതാണ് ഓരോ കുറ്റകൃത്യങ്ങളുടെയും ചരിത്രം ഓർമ്മിപ്പിക്കുന്നത്. പാലക്കാട് ഒരു കൊലക്കേസ് പ്രതി ഒളിവിൽ കഴിഞ്ഞത് 1-2 വർഷമല്ല, 2 പതിറ്റാണ്ടോളമാണ്. തൃത്താല ഇബ്രാഹിം വധക്കേസിൽ പ്രതി നൗഫൽ ഒടുവിൽ പിടിയിലായിരിക്കുന്നു. ഇതോടൊപ്പം പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അച്ഛൻ്റെ സുഹൃത്ത് അറസ്റ്റിലായ കേസ് കൂടി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സ്വന്തം കൂടപ്പിറപ്പിനേക്കാൾ സുഹൃത്തുക്കളെ ചങ്കുപറിച്ച് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇക്കാലത്ത് നമുക്ക് ആരെയാണ് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്നത്? ഇതൊരു ചതിയുടെ ലോകമാണ്. ആരെയും വിശ്വസിച്ച് സ്വന്തം വീട്ടിൽ പോലും കയറ്റാൻ കഴിയാത്ത അവസ്ഥയാണ്. പത്തനംതിട്ട അങ്ങാടിക്കലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അച്ഛൻ്റെ സുഹൃത്താണ്. പിന്നീട് സംഭവം പുറത്തു പറഞ്ഞാൽ ജീവിതം തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ കുട്ടി ഇക്കാര്യം വീട്ടിൽ പറഞ്ഞതോടെ പ്രതിക്ക് പിടിവീണു. അങ്ങാടിക്കൽ സ്വദേശിയും JCB ഓപ്പറേറ്ററുമായ ദേവി പ്രസാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. മെയ് 10 ഞായറാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു കേസിനാസ്പദമായ സംഭവം. JCB ഓപ്പറേറ്ററായ പ്രതി ദേവി പ്രസാദ് സ്വന്തം സുഹൃത്തിന്റെ മകളെയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത്. കുട്ടിയുടെ പിതാവ് മകളോടൊപ്പം സുഹൃത്തായ പ്രതിയെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് പിതാവിനെ തന്ത്രപൂർവ്വം ഒഴിവാക്കി കുട്ടിയെ വീട്ടിലെത്തിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചത്. സംഭവം പുറത്തു പറയാതിരിക്കാൻ പണം നൽകി പ്രതി കുട്ടിയെ വശത്താക്കുവാൻ ശ്രമിച്ചു. പീഡന വിവരം പുറത്താരോടെങ്കിലും പറഞ്ഞാൽ ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. വീട്ടിലെത്തിയ കുട്ടി വിവരം പുറത്തു പറഞ്ഞതോടെയാണ് രക്ഷിതാക്കളും അറിയുന്നത്. തുടർന്ന് പത്തനംതിട്ട ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും ചൈൽഡ് ലൈനിൽ നിന്നും പോലീസിൽ പരാതി ലഭിച്ചതോടെയാണ് പ്രതി പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.